ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ റംസാൻ സ്പെഷ്യലായിട്ടുള്ള 30 ഡേയ്സ് 30 റെസിപ്പി സീരീസിലെ 7ാമത്തെ വീഡിയോ ആണിത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കോളിഫ്ലവർ കേക്കാണ്. ഈ റെസിപ്പി നമ്മൾക്ക് എങ്ങനെ അവൺ യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്നുള്ളതും അവണില്ലാത്ത എങ്ങനെ ചെയ്യാമെന്നുള്ളതും ഈ ഒരു റെസിപ്പിയിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇത് നമ്മൾക്ക് ഡബിൾ ചെയ്ത് വലിയൊരു പാനിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾക്ക് ആദ്യം തന്നെ വേണ്ടത് കോളിഫ്ലവറാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് കോളിഫ്ലവർ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട്, ഒത്തിരി ചെറുതല്ല, ചെറിയ ചെറിയ ഫ്ലോററ്റ്സ് ആയിട്ട് കട്ട് ചെയ്തതാണിത്. ഇത് നല്ല തിളക്കുന്ന വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒരു ലോ ഫ്ലെയിമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 മിനിറ്റ് ഇതിനെ സിമ്മർ ചെയ്യാൻ വിടാം. ഇത് മുഴുവനായിട്ട് ഒന്ന് കുക്കാവുന്നത് വരെ. അപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാനിതൊരു അരിപ്പയിലോട്ട് മാറ്റി ഇതിൻ്റെ വെള്ളം മുഴുവനായിട്ട് പോവാനും പിന്നെ ചൂട് മാറാനായിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഈ സമയത്ത് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഏകദേശം ഒരു 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ഒലിവ് ഓയിലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ബട്ടറും ആഡ് ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. ഓക്കെ, ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള അണിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആയത് വരെയാണ് നമ്മളിതിനെ വഴറ്റിയെടുക്കേണ്ടത്. ഏകദേശം 1 മിനിറ്റത്തിൽ താഴെയോ അല്ലെങ്കിൽ നമ്മൾ വഴറ്റിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഒരു സൈഡ് മാത്രം മുരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ഇതിനൊന്ന് ചൂടാവാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവും. ആ ഒരു പെർഫെക്റ്റ് സ്റ്റേജിലാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഞാൻ അത് ചൂടുമാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് വേണ്ട മുട്ട എടുക്കാം. ഞാനിവിടെ 2 മുട്ട വെച്ചിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിത് 4 വേണോ അല്ലെങ്കിൽ 6 വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ മുട്ടയെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ബീറ്ററൊന്നും വെച്ച് ചെയ്യേണ്ടതില്ല, ജസ്റ്റ് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് പതപ്പിച്ചെടുത്താൽ മതിയാകും. ഓക്കെ, അപ്പോഴേക്കും തന്നെ നമ്മുടെ അണിയൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അത് നമ്മൾ ഈ അണിയനും ആ ഓയിലും നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്തത് ചേർത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഒരുപാട് ഹെർബ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് റോസ്മാരി നമ്മൾ ഈ ഒരു അനിയൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതും കൂടെ ചേർത്ത് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം, പിന്നെ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ചുകൂടെ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളക് ചോപ്പ് ചെയ്തോ അല്ലെങ്കിൽ ഞാൻ നോർമലി ആഡ് ചെയ്യുന്നത് പോലെ ചതച്ച മുളകോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂടി ചേർത്ത് നമുക്ക് വീണ്ടും ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ കൂടി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ബേക്കിംഗ് പൗഡർ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക, ബേക്കിംഗ് സോഡയല്ല. ഈ ഒരു ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് ക്ലിയർ ആകും. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുകയാണ്. അപ്പോൾ ഇതായി നമ്മൾ 5 ടേബിൾ സ്പൂൺ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ തന്നെ ഞാൻ അടുത്തത് ചേർക്കുന്നത് ചെഡാർ ചീസാണ്. ഇത് ഗ്രേറ്റ് ചെയ്തത് 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് പെർമേസൺ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾക്ക് കുറച്ചുകൂടെ കിട്ടാൻ വേണ്ടി എളുപ്പമുള്ളത് നാട്ടിലൊക്കെ ആണെങ്കിൽ ചെഡാറാണ്. സോ അതുകൊണ്ടാണ് ചെഡാർ യൂസ് ചെയ്യുന്നത്. പെർമേസൺ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഒത്തിരി സ്പീഡിൽ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മൈദയും ചെഡാറൊക്കെ എല്ലാ സ്ഥലത്തും നിന്ന് മിക്സ് ആകുന്നത് വരെ മാത്രം നമ്മൾ ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എല്ലാം ഒന്ന് മിക്സ് ആയെന്ന് കൺഫേം ചെയ്യുക. അതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർക്കാം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കോളിഫ്ലവറിൻ്റെ കൂടെ നമ്മൾക്ക് ഇഷ്ടമുള്ള കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ചിക്കൻ ചേർക്കാം. ചിക്കൻ ജസ്റ്റ് സോൾട്ടും പെപ്പറും വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ കുക്ക് ചെയ്തിട്ടോ നമ്മൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, സോസേജസ് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം, സ്വീറ്റ് കോൺ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. സോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിനകത്തുള്ള ആ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റിൽ ചേഞ്ചസ് വരുത്താം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിന്നൊരു കപ്പ് കേക്ക് മോൾഡിലാണ് ഉണ്ടാക്കുന്നത്. സോ അതിൻ്റെ സൈഡുകളിലും താഴെ ഭാഗത്തുമൊക്കെ നന്നായിട്ട് ഗീയോ അല്ലെങ്കിൽ ബട്ടറോ നന്നായിട്ട് തേച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ സെസമി സീഡ്സാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ താഴെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും, അത് കാണാനും നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ ഒരു കപ്പിലോട്ടേക്കും നമ്മൾക്കൊരു 2 ടേബിൾ സ്പൂൺ വീതം ഈ ഒരു ബാറ്റർ ഒഴിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു 4 മഫിൻസാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇത് കുറച്ചുകൂടെ ഭംഗിക്കായിട്ട് ഞാനൊരു അനിയൻ റിങ്സ് വെച്ച് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ ക്യാപ്സിക്കം വെച്ചിട്ടും ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം, പെപ്പറോണീസ് ചേർക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തൊക്കെ ടോപ്പിംഗ് വേണോ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇതൊരു പ്രീഹീറ്റ് ചെയ്ത് 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്താവണിൽ ഒരു 12 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മുകൾ ഭാഗം നന്നായിട്ട് സെറ്റായിട്ട് വരുന്നവരെയാണ് നമ്മൾ ബേക്ക് ചെയ്യേണ്ടത്. അപ്പം ടച്ച് ചെയ്യുന്ന സമയത്ത് നല്ല കംപ്ലീറ്റ്ലി കുക്കായിട്ട് പോലെ തോന്നുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്വയറോ അല്ലെങ്കിൽ ഒരു ടൂത്തിക്കോ വെച്ച് ഇൻസേർട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ഫുള്ളായിട്ട് കുക്കായി എന്നുള്ളത് കൺഫേം ചെയ്യാം. ഓക്കെ, ഈ സെയിം റെസിപ്പി അവണില്ലാതെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാൻ നന്നായിട്ട് ചൂടാക്കുക. അതിനുശേഷം അത് ഗ്രീസ് ചെയ്ത് ഇതുപോലെ സെമി സൈഡ്സ് വതിരി കൊടുക്കുക. അതിനുശേഷം 1 ഇഞ്ചിൽ കൂടാതെ ഈ കേക്ക് ബാറ്റർ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് അടച്ച് വെച്ച് അതിൻ്റെ മുകൾ ഭാഗം വരെ നന്നായിട്ട് സെറ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, സിമ്മറിൽ മാത്രം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ മാത്രം ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.